welcome to my channel. അപ്പോൾ നമ്മളിതാ നമ്മുടെ 5th പാർട്ടിലേക്കാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ലെസൻ്റെ. അപ്പം ഇതിൽ ഓരോ പാർട്ടും ഞാൻ മിസ് ചെയ്യാതെ എടുക്കുന്നത് എന്താ വെച്ചാൽ those who are preparing for entrance, it's a very important ടോപ്പിക്കാണ്. കാരണം ഇതിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പ്രോബ്ലം ആയിട്ടൊക്കെ ഇതിൽ നിറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ ബോർഡ് എക്സാമിനാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട്, ഡെറിവേഷനും ന്യൂമറിക്കൽ പ്രോബ്ലം എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഇതിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻ ആൻഡ് യൂണിറ്റ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഹൗ ടു എക്സ്പ്രസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇഫ് വി ഗെറ്റ് എ റിയാക്ഷൻ. ഇത് എന്തിനാണ് പഠിക്കണമെന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ 1-2 പോയിന്റ്സ് ശ്രദ്ധിക്കാനുണ്ട്, അതിനാണ് ഇത് പറയുന്നത്. സോ ദിസ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. യു നോ ദാറ്റ് നൈട്രോജൻ പ്ലസ് ഹൈഡ്രോജൻ ഗിവ്സ് ammonia. How we are going to write the equilibrium constant for this reaction? ഇങ്ങനെ തന്നെ question വരും. The concentration of hydrogen and nitrogen for the preparation of ammonia is this much and the concentration of ammonia is this much. What will be the equilibrium constant? 1 മാർക്കിന് ചോദിക്കാം. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. നോക്കിക്കോളൂ എന്താണ്. നമുക്കറിയാം equilibrium constant is represented by Kc with K capital letter and C at the subscript, which is equal to the product of the concentration or the product of the molar concentration അല്ലെങ്കിൽ product of the active mass of the product. ഈ ആക്റ്റീവ് മാസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ തന്നെയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ആരെയും പ്രോഡക്റ്റ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനില്ല, ഇവിടെ ഒരാളേ ഉള്ളൂ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? അമോണിയ. വെറുതെ എഴുതിയാൽ മതിയോ? റേസ് ടു ദി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ. ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ അല്ല, എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്? 2 എഴുതാം. ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ഓക്കെ, റിയാക്റ്റൻറ്റിൻ്റെ പ്രൊഡക്റ്റ്. ഇവിടെ 2 റിയാക്റ്റൻസ് ഉണ്ട്. ആരൊക്കെയാണ്? ഹൈഡ്രജൻ എത്രയാണ്? സ്റ്റോഷിയോമെട്രിക് 3, നൈട്രജൻ ഇറ്റ് ഇസ് 2. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ദി സബ്സ്റ്റൻസസ് വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് റിയാക്ഷൻ ഇസ് ഗേഷ്യസ് സിസ്റ്റം ആൻഡ് സോ ദിസ് ഇക്വിലിബ്രിയം ഇസ് എ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. എല്ലാവരും എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇനി സെയിം ലൈക്ക് ദിസ് റിയാക്ഷൻ ഓൾസോ ഓൾ ദീസ് പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസസ് ആൻഡ് ദി പ്രൊഡക്റ്റ് ഫോംഡ് ആർ ഇൻ ദ ഫോം ഓഫ് ഗാഷ്യസ് സ്റ്റേറ്റ്. സോ വി ക്യാൻ റൈറ്റ് Kz is equal to concentration of the product സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ product of the concentration of the reactant. SO2ന് 2 moles ഉള്ളതുകൊണ്ട് സ്ക്വയർ, ഓക്സിജൻ ഒറ്റ മോൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത് നോക്കൂ, CaCO3 gives CaO plus CO2. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് സോളിഡ്, ഇത് സോളിഡാണ്, ഇത് ഗ്യാസാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ്. ദാറ്റ് ഈസ് ദി ആക്റ്റീവ് മാസ് ഓർ ദി കോൺസെൻട്രേഷൻ ഓഫ് എ പ്യുവർ സോളിഡ് and a pure liquid which is in high concentration is always considered as constant. ഇത് മനസ്സിലായോ? അതായത് കോൺസെൻട്രേഷൻ, ഇതാണ് കോൺസെൻട്രേഷൻ അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്യുവർ, അതാണ് പ്രത്യേകം ചെയ്യുന്നത്. പ്യുവർ ലിക്വിഡ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇസ് ഓൾവേസ് കൺസിഡേർഡ് ടു ബി കോൺസ്റ്റൻറ്റ്. അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ എപ്പോഴും എന്താക്കിയിട്ട് എടുക്കുക? യൂണിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. എന്താണെന്നുള്ള റീസണൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത്ര ഡെപ്തിലൊന്നും വേണ്ട. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, അത് കാരണം ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് പറയാനുള്ളത് നിങ്ങളതൊന്നും പറയണ്ട. കാരണം സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഡെൻസിറ്റിയിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അതിലേക്ക് ഡെപ്ത് പോയിട്ട് എന്താ കാര്യം? അതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്ര മാത്രം. ദാറ്റ് ഈസ് the concentration of the substance in their solid state is always considered to be unity. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഞാൻ എങ്ങനെ എഴുതുക വെച്ചാൽ Kc എഴുതണം. നിങ്ങൾ എഴുതുമ്പോൾ ഇതൊക്കെ തന്നെ എഴുതുക. CaO into CO2 ഡിവൈഡഡ് ബൈ CaCO3 എഴുതി. ഇനി ഇതിൽ നോക്കുക, ഈ CaCO3യും CaOയും സോളിഡ് സ്റ്റേറ്റിലാണ്. So it will, the concentration of these substances taken as unity. 1 into CO2 divided by CaCO3 ഇല്ലേ, അതും സോളിഡാണ്. അപ്പോൾ 1. അപ്പം ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ദി കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇഫ് ദ Kc ഓഫ് എ റിയാക്ഷൻ ഡീകമ്പോസിഷൻ ഓഫ് CaCO3 ഇസ് 0.25 മോളാർ, വാട്ട് വിൽ ബി ദി മോൾ ലിറ്റർ ഇൻവേഴ്സ്, അതവിടെ കിടാം. വാട്ട് വിൽ ബി ഇറ്റ്സ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ശരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നാണ്? ആ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്. അപ്പം ഇങ്ങനത്തെ എക്സ്പ്രഷനിൽ
the solid substances, and pure liquid, അത് ഞാൻ കാണിച്ചിട്ട് പ്യുവർ ലിക്വിഡ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇസ് ഓൾസോ കൺസിഡേർഡ് ടു ബി യൂണിറ്റ്. എല്ലാ ലിക്വിഡ് അല്ലാതെ റിയാക്റ്റൻറ്റിലും പ്രോഡക്റ്റിലൊക്കെ ഇപ്പോൾ ഇതും ലിക്വിഡാണ് നമ്മൾ യൂണിറ്റ് ആക്കി എടുക്കില്ല. പ്യുവർ ലിക്വിഡ്, അതായത് ഒരാൾ മാത്രം പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ ഒരു ലിക്വിഡ് മാത്രമാണെങ്കിൽ വി വിൽ കൺസിഡർ അത് പ്യുവർ ആണ്. മറ്റേതും കൂടെ വന്നു കഴിഞ്ഞാൽ ലിക്വിഡ് മിക്സപ്പ് ആയി പോയില്ല. പ്യുവർ ലിക്വിഡിനെ നമ്മളെപ്പോഴും യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതേപോലെ തന്നെ കുറച്ചുകൂടെ അയോണിക് ഇക്വേഷൻസിൻ്റെയും ഇതിൻ്റെയൊക്കെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ പ്രോബ്ലം ചോദിക്കാം. So look at this reaction. Fe3 plus SCN minus gives FeSCN minus. Write the equilibrium or write the expression for equilibrium constant for this reaction എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ 3+-1 എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ അല്ലേ റേസ് ടു ദി പവർ അല്ല. ദീസ് ആർ ദി ചാർജസ് അല്ലേ, ഇവരുടെ അയോണിക് സ്റ്റേറ്റിലുള്ള ചാർജ് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് FeSCN മൈനസ് ഇട്ടിട്ട് കോൺസെൻട്രേഷൻ്റെ ബ്രാക്കറ്റ് ഇടുക. അത് ഇതിൻ്റേതാണ്, അത് അതിൻ്റെ റേസ് ടു ദി പവർ ഒന്നുമല്ല. ദിസ് ഇസ് ദി അയോണിക് ചാർജ്, അതിൻ്റെ ചാർജാണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് ഓഫ് Fe3 പ്ലസ് SCN -1. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഇതിൻ്റെ ആകുമ്പോഴോ സിമ്പിൾ അല്ലേ, Kz ഈസ് ഈക്വൽ ടു CuCl4 2 മൈനസ് ഇതിൻ്റെ ചാർജ് മാത്രം Cu2 പ്ലസ് Cl മൈനസ് റേസ് ടു 4, കാരണം ഇവിടെ 4 മോൾസ് ഉണ്ട്. ഇനി ഈ എക്സ്പ്രഷൻ ഒന്ന് നോക്കിക്കേ, C2H5OH ലിക്വിഡ് ഇൻറ്റു C2H5OH ഗ്യാസ്. ഞാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ദി ആക്റ്റീവ് മാസ് ഓഫ് എ പ്യൂർ ലിക്വിഡ് ഇസ് കൺസിഡേർഡ് ടു ബി എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് വി യൂഷ്വലി ടേക്ക് ഇൻ ദ എക്സ്പ്രഷൻ എസ് 1. പ്യൂർ ലിക്വിഡാണ് പ്യൂർ ലിക്വിഡ്. So Kz is equal to concentration of the product, ഇവിടെ മോൾഡ് എല്ലാം ഒരു മോൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഡിവൈഡഡ് ബൈ C2H5OH ലിക്വിഡാണ്. ലിക്വിഡ് എന്താ നമ്മൾ 1 ആക്കി എടുക്കും. സോ ദി കോൺസെൻട്രേഷൻ or equilibrium constant is equal to the concentration of C2H5OH which is in gaseous state. Gaseous stateലുള്ള ആളുടെ കോൺസെൻട്രേഷൻ മാത്രം നമുക്ക് മതി. ക്ലിയർ ആയോ? ഇനി നമുക്ക് വേണ്ടത് യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇതൊക്കെ പറയണത് എന്താ വെച്ചാൽ നമുക്ക് 1 മാർക്കിന് ചോദിക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ല. വാട്ട് ഈസ് മീൻ ബൈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റൈറ്റ് ദ യൂണിറ്റ് ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പം A പ്ലസ് BB പ്ലസ്, ഞാൻ എപ്പോഴും എഴുതുന്ന റിയാക്ഷനിൽ A പ്ലസ് BB പ്ലസ് ഗിവ്സ് CC പ്ലസ് DD. ഇങ്ങനെ ഒരു റിയാക്ഷനാണ്. ഇതിൻ്റെ KC എന്താ നമുക്കറിയാം, CC DD ഡിവൈഡഡ് ബൈ BB. ഇതാണല്ലോ. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻ ഗിവൺ വോളിയം അല്ലേ. അപ്പോൾ മോൾ പെർ ലിറ്റർ റേസ് ടു C, കാരണം ഓരോരുത്തരതും ഉണ്ട്. മോൾ പെർ ലിറ്റർ റേസ് ടു D, കാരണം ഇത് ചിലപ്പം ഇപ്പം നമ്മൾ കണ്ടില്ലേ 2N2 + 3H2 ഗിവ്സ് 2NH3 അങ്ങനെയല്ലേ. അപ്പോൾ ഇത് 2 ആവാം, ഇത് 3 ആവാം, ഓരോരുത്തരുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട്. ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ റേസ് ടു A ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ റേസ് ടു B. ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ C പ്ലസ് D ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ A പ്ലസ് B. ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ C പ്ലസ് D മൈനസ് A പ്ലസ് B. ഇത് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം. X റേസ് ടു M ഇൻറ്റു X റേസ് ടു N ഇസ് ഈക്വൽ ടു X റേസ് ടു M പ്ലസ് N. അതാണ് ഈ കാണിച്ചത്. ഇത് രണ്ടും ഒരേ ആൾക്കാരാണ്. അപ്പോൾ സിയും ഡി ആകുമ്പം C പ്ലസ് D. ഇത് രണ്ടാളും ഒരേ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് A പ്ലസ് B. ഇനി X റേസ് ടു M ഡിവൈഡഡ് ബൈ X റേസ് ടു N ഇസ് ഈക്വൽ ടു X റേസ് ടു M മൈനസ് N. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ C പ്ലസ് D മൈനസ് A പ്ലസ് B എന്ന് എഴുതിയത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ N. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ്. സോ യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ N, where delta N is the number of moles of the difference of the number of moles of the product and reactant. N2 plus 3H2 gives
2NH3. ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ മോള് ഇതാണ്, റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 2 - 4 നമ്മളെങ്ങനെയാണ് എഴുതുന്നത്? ഇതേതാ കണ്ടോ, C+T എന്ന് പറയുന്നത് നമുക്ക് 2NH3 ആണ്. അപ്പം എന്തായിരിക്കും? മോൾ ലിറ്റർ റേസ് ടു -2. അങ്ങനെയാണ് നമ്മൾ എന്തെഴുതുക? നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻസ് എഴുതുക. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമ്മൾ ഒരു കുഞ്ഞ് പ്രോബ്ലം ഇത് വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൗ ടു എക്സ്പ്രസ് ഓർ ഹൗ ടു റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ എന്നുള്ള. അപ്പോൾ ഒരു സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. നമ്മൾ പറഞ്ഞ എക്സ്പ്രഷൻസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്, ടെക്സ്റ്റിലുള്ള പ്രോബ്ലം കേട്ടോ. അറ്റ് ഇക്വിലിബ്രിയം ദ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇസ് ഈക്വൽ. അപ്പോൾ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 2 കോളം അങ്ങ് വരച്ചേക്കുക. അതായത് ഇവിടെ ഒന്നും, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ നോക്കുക. കോൺസെൻട്രേഷൻ ഓഫ് N2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് സംഭവം, 3.0 × 10⁻². ഇതൊക്കെ എഴുതിയാൽ എന്താ അറിയോ, ഇനി ലാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഈ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്നാൽ പോലും ഇതുവരെയുള്ള ഫുൾ മാർക്ക് ടീച്ചേഴ്സ് തരും. നമുക്കറിയാം ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും തെറ്റിയാൽ പോലും ഇത് നീറ്റാക്കിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2-2.5 മാർക്ക് വരെ നമുക്ക് കിട്ടും, ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ. സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട്, കാരണം ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അവർ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സ്റ്റെപ്പിന് ഇത്ര മാർക്ക്, ഫോർമുലയ്ക്ക് ഇത്ര മാർക്ക്, ഇതിന്. അപ്പോൾ നമുക്ക് ആ മാർക്കൊക്കെ കിട്ടും, ചെറിയ, അല്ലാതെ ഫുള്ളായിട്ട് മാർക്ക് കൊണ്ട് കളയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പം N2 ഇസ് ഈക്വൽ ടു ഇത്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് പറയുന്നത് 4.2 × 10⁻³ മോളാറാണ്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് NO എത്രയാണ്? 2.8 × 10⁻³ മോളാർ. ഇത്രയും കാര്യം കിട്ടി. ഇറ്റ് ഇസ് കെപ്റ്റ് ഇൻ എ സീൽഡ് വെസൽ അറ്റ് 800 Kelvin. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ല, അത് പ്രഷറൊക്കെ വരുമ്പോഴാണ് നമ്മൾ നോക്കുക. Kc ഇസ് ഈക്വൽ ടു, അപ്പം നമുക്കറിയാം ഇതാണ് എക്സ്പ്രഷൻ. എഴുതുക, പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഇത് 1 ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇനി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ne, ദാറ്റ് ഇസ് 2.8 × 10⁻³ ഇതിൻ്റെ സ്ക്വയർ ചെയ്യണേ. ഇത് സ്ക്വയർ ചെയ്യുമ്പം ഇതിൻ്റെയും സ്ക്വയർ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുതരാം എളുപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. 4.2 × 10⁻³ ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് N is 3.0 × 10⁻³. ഇവിടെ ഒരു 10⁻³ ഉണ്ട്, ഇവരൊരു 10⁻³ ഉണ്ട്, ഇവിടെ 2 10⁻³ ഉണ്ട്. അപ്പോൾ ഇതൊറ്റാകെ നമുക്കങ്ങ് മായ്ക്കാം. അപ്പം ഇതിൻ്റെ മാത്രം നമ്മൾ ചെയ്താൽ മതിയല്ലോ, കണ്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്തേക്കണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ എളുപ്പത്തിൽ എങ്ങനെയാണോ കട്ട് ഷോർട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ആൻഡ് ദി ഫൈനൽ ആൻസർ വിൽ ബി 0.622. ഇതിന് യൂണിറ്റ് ഇല്ല. എന്തുകൊണ്ട്? നോക്കൂ, ഇത് നമുക്കറിയാം എന്തായിരുന്നു, മോൾ പെർ ലിറ്റർ റേസ് ടു ΔN ആണ് അല്ലേ. ഇവിടെ എന്താ മോൾ പെർ ലിറ്റർ, ΔN എന്താ 2 - 1 + 1, 2 - 2 എന്താ 0. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഇല്ല. മനസ്സിലായോ? വൈ വി ആർ നോട്ട് റൈറ്റിംഗ് എനി യൂണിറ്റ് ഹിയർ? നമുക്കറിയാം മോൾ പെർ ലിറ്റർ എന്തായിരുന്നു, റേസ് ടു ΔN. ΔN എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി പ്രോഡക്റ്റ്. ΔN ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾ 1 ആണ്, റിയാക്റ്റൻ്റെ 1 + 1 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താ? യൂണിറ്റ് ഇല്ല. മനസ്സിലാക്കണേ. ഇതൊക്കെ ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു മാർക്ക് കുറയരുത്. നമുക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കിട്ടും. ഒരു പ്രോബ്ലം കൂടെ ചെയ്തുതരാം. ഈ ഒരു ക്വസ്റ്റ്യനും ഇതേപോലെ സിമ്പിളാണ് കേട്ടോ. കാരണം ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചാൽ മിസ്സായി പോയത്. ഇതൊന്നും കണ്ടിട്ട് അയ്യോ ഇതെന്തോ വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. PCl5, PCl3 and Cl2 ആർ അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇക്വിലിബ്രിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ലെസണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Equilibrium and having concentration 1.59 molar PCl3. അപ്പോൾ PCl3ൻ്റെ കോൺസെൻട്രേഷൻ തന്നു. എത്രയാണ്? 1.59 മോളാർ. അടുത്തത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് Cl2. സെയിം കോൺസെൻട്രേഷൻ തന്നെയാണ്. യെസ്, കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഇസ് 1.59 molar. And the concentration of PCl5 is equal to 1.41 molar.
ഇക്വേഷൻ തന്നിട്ടുണ്ട്, എളുപ്പമാണ്. Kg ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ്, ഇത് നിങ്ങൾ വിചാരിക്കുമോ എനിക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ഈ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, കാരണം ഓരോ പോയിൻറ്റ്സിനും ഞാൻ പറഞ്ഞ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ ഫസ്റ്റ് യു റൈറ്റ് ദിസ് ഡിവൈഡഡ് ബൈ, ഇനിയിപ്പോൾ ഒരു മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ വർക്കിംഗ് കോളത്തിൽ അങ്ങ് ചെയ്താൽ മതി. പക്ഷേ ഒരു 2 മാർക്കൊക്കെ ആണെങ്കിൽ ബെറ്റർ യു റൈറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ആ പേപ്പർ കാണാനും നീറ്റ് ഉണ്ടാവും, നമുക്ക് ആ തരുന്ന മാർക്ക് തരാനും അങ്ങ് തോന്നും. സോ PCl3 ഇൻറ്റു Cl2 ഡിവൈഡഡ് ബൈ PCl5. ഇതെല്ലാം 1 മോളാർ ആയതുകൊണ്ട് റേസ് ടു ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇല്ല. അപ്പോൾ നമുക്കറിയാം PCl3 എത്രയാണ് 1.59 ഇൻറ്റു Cl2 1.59 ഡിവൈഡഡ് ബൈ 1.41. ഇത് നിങ്ങൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ലൈക്ക് 1.79. ഇതിന് നമുക്ക് നോക്കാം, ഇതിന് യൂണിറ്റ് ഉണ്ടോ? മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ എന്ന് പറയുമ്പോൾ 2 - 1 ആണ്, അപ്പോൾ 1. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതാ മോൾ പെർ ലിറ്റർ. മനസ്സിലായോ ഇത്രയും കാര്യം? ഇനി ഒരൊറ്റ പ്രോബ്ലം നമ്മൾ KPയും KCയും വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ പറയട്ടെ. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. കാരണം അടുത്തത് എടുക്കാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വലിയതായിരിക്കും. അപ്പം അതാണ് അടുത്തത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദി ഇക്വിലിബ്രിയം 2NOCl, കുറേ വലിയ സെൻറ്റൻസ് ഉണ്ടാക്കി ഞാൻ ഒഴിവാക്കിയത്. ഫോർ ദ ഇക്വിലിബ്രിയം 2NOCl gives 2NO plus Cl2. For this reaction, equilibrium constant Kc is found to be 3.75 into 10 raised to -6 at 1069 Kelvin. Calculate Kp എന്ന. അപ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതുക? Kc എഴുതുക 3.75 into 10 raised to -6. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 1069 കെൽവിൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Kp. നമുക്കറിയാം Kc is equal to Kp is equal to Kc into RT raised to delta n ആണ് അല്ലേ? ഇതാണല്ലോ നമ്മുടെ എക്സ്പ്രഷൻ. നമുക്ക് Kp കണ്ടുപിടിക്കണം. Kc നമുക്കറിയാം 3.75 into 10 raised to -6 ആണ്. ആറിൻ്റെ വാല്യൂ എന്താ? നമ്മൾ കുറേ ആറിൻ്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മോൾ പെർ ലിറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം കോൺസെൻട്രേഷൻ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ പെർ ലിറ്റർ ഒക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ ആറിൻ്റെ വാല്യൂ 0.0831 എന്നാണ്. ഇവിടെ നമുക്കറിയാം മോൾ പെർ ലിറ്റർ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന 0.0831 ഇൻറ്റു ടി എന്ന് പറയുന്നത് 1069 റേസ് ടു ഡെൽറ്റ എൻ ഉണ്ട്. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി പ്രോഡക്റ്റ് minus the number of moles of the reactant. 2 plus 1 minus 2, that is 3 minus 2 is equal to 1. So Kp is equal to 3.75 into 10 raised to -6 into 0.0831 into 1069. ഇത് നിങ്ങൾ അങ്ങ് ചെയ്തേക്കുക. ഇതിനൊന്നും എനിക്കൊരു ഷോർട്ട് കട്ടും പറഞ്ഞു തരാനില്ല നിങ്ങൾക്ക്. 1069 and the value is 0.033. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ആദ്യം, ഇതൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ. അപ്പം ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയ കാര്യങ്ങളും എന്താണുള്ളതും ഇവിടെ നീറ്റായിട്ട് എക്സ്പ്രഷനും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ മാർക്ക് അങ്ങ് കിട്ടി. ഇനി ഇവിടെ ഞാൻ ചെറിയ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു 2.5 2.25 മാർക്ക് വരെയൊക്കെ ഇവിടെ കിട്ടാം. ചിലപ്പോൾ ഫുൾ മാർക്കും തന്നെന്ന് വരാം. ഓരോ വാല്യൂഷൻ ക്യാമ്പിൽ ഓരോന്നാണ്. നല്ല ശബ്ദം നിങ്ങൾക്ക് പുറത്ത് കേൾക്കുന്നുണ്ടാവും, കാരണം ഇവിടെ വീക്കെൻഡാണ്. ഞാൻ എക്സാം ആയതുകൊണ്ടാണ് വീക്കെൻഡിൽ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക്. അപ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും പുറത്ത്, നല്ല ബഹളമായിരിക്കും എൻ്റെ മക്കളെ വക. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തോടെ ഇവിടെ ക്ലാസ് നിർത്തുകയാണ്. അടുത്തത് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എടുക്കാം. നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യം കമൻറ്റ്സ് ഇട്ടോളാം. താങ്ക് യു.